പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 17, 2023 കർക്കിടക മാസം ആരംഭിക്കുന്നത്. കർക്കിടകം 1 ജൂലൈ 17 തീയതിയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ചില അനുഷ്ഠാനങ്ങളും സവിശേഷതകളും ഒക്കെ ഇല്ലേ, നിങ്ങൾക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ കർക്കിടക മാസം എങ്ങനെ ഒരു രാമായണ പാരായണ മാസമായി മാറിയെന്നും പിന്നെ കർക്കിടകത്തിൽ അനുഷ്ഠിക്കേണ്ട ചില ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയെന്നും നമുക്ക് പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണണം. ഓക്കെ. ജ്യോതിഷപ്രകാരം സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. പഞ്ഞമാസം, രാമായണ മാസം എന്നീ പേരുകളിലും കർക്കിടക മാസം അറിയപ്പെടുന്നുണ്ട് അല്ലേ? കനത്ത മഴ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിൽ ഏറുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് കർക്കിടകം പഞ്ഞമാസം എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാനുമാണ് കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചിരുന്നത്. ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ്. ഉത്തരായനം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. രാത്രി തുടങ്ങുന്നതിലെ ആദ്യ ഘട്ടമാണ് കർക്കിടകം. ദേവസന്ധ്യ എന്നും വിശേഷിപ്പിക്കാം. ഈ ദേവസന്ധ്യയിൽ രാമനാമങ്ങൾ ചൊല്ലുന്നത് നല്ല ഫലങ്ങൾ നേടിത്തരും. വളരെ അധികം പ്രത്യേകതകൾ നിറഞ്ഞ മാസം കൂടിയാണ് കർക്കിടക മാസം. മനുഷ്യ ശരീരത്തിൽ ദഹന പ്രക്രിയ കുറവുള്ള മാസമാണ്. ആയതിനാൽ മത്സ്യമാംസാദികൾ ദഹന പ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും ഈ സമയത്ത് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടകത്തിൽ എണ്ണ തേച്ചുള്ള 2 നേരത്തെ കുളി വളരെ പ്രാധാന്യമേറിയതാണ്. അരിയാഹാരം ഉപേക്ഷിച്ച് ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുമ്പിൽ നിത്യവും 2 മുതൽ 7 വരെ തിരികളിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ദീപം തെളിയിച്ച് വടക്കോട്ടോ കിഴക്കോട്ടോ ഇരുന്ന് രാമായണം പാരായണം ചെയ്യാം. കൂടാതെ ഏറെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് നാലമ്പല ദർശനം. നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത്. 4 ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാമാകുമെന്നാണ് വിശ്വാസം. പിന്നെ ഉള്ളത് ആയുർവേദ വിധി പ്രകാരം കർക്കിടക മാസം ഔഷധ സേവ നടത്തുന്നതിന് ഉത്തമമാണ്. കർക്കിടകത്തിൽ മനസ്സിലെ അസ്വസ്ഥതകൾ നീക്കി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത്. എണ്ണ തേച്ചുള്ള കുളി, കർക്കിടക കഞ്ഞി തുടങ്ങിയവ അസ്വസ്ഥതകൾ നീക്കുവാൻ സഹായിക്കുന്നു. കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം. കർക്കിടക വാവ് ദിവസമാണ് പിതൃക്കൾക്ക് വേണ്ടി ദർപ്പണം നടത്തുന്നത്. ഇത്തവണ ജൂലൈ 17 തീയതി, കർക്കിടകം 1 തീയതി ആണ് വാവ്. ഈ ദിവസം ബലിയിട്ട പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ചു ഈറനണിഞ്ഞു മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചു ഭക്തി പുരസ്സരം ബലിയിടണം. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. ഇനി കർക്കിടകം രാമായണ മാസം ആയത് രാമായണ പാരായണം നടത്തുന്നതും എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. വാൽമീകി മഹർഷി രാമായണം എഴുതിയ ശേഷം ലവകുശന്മാരെ കൊണ്ടാണ്, സീതാദേവിയുടെ മക്കളായ ലവകുശന്മാരെ കൊണ്ടാണ് ആദ്യം പാടിച്ചത്. ഇത് ഒരു കർക്കിടക മാസത്തിലായിരുന്നു. കർക്കിടക മാസം പൊതുവെ നിഷ്ക്രിയതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള മോചനത്തിന് പൂർവ്വസ്വരൂപങ്ങളായ ആചാര്യന്മാർ നൽകിയ ഉപായമാണ് രാമായണ പാരായണവും മറ്റനുഷ്ഠാനങ്ങളും. ശ്രീരാമൻ ജനിച്ചത് കർക്കിടക ലഗ്നത്തിലാണ്. വ്യാഴൻ ഉച്ചനാകുന്നത് കർക്കിടകത്തിലാണ്. ദശരഥപുത്രന്മാരെല്ലാം വ്യാഴൻ ഉച്ചനായാണ് ജനിച്ചത്. ജ്യോതിശാസ്ത്രത്തിലെ 4ാമത്തെ രാശിയാണ് കർക്കിടകം. ഞണ്ടാണ് അടയാളം. ജനന സമയത്ത് തന്നെ മാതൃഹത്യ ചെയ്യുന്ന സ്വഭാവമാണ് ഞണ്ടിൻ്റേത്. ഏറ്റവും വലിയ മഹാപാപമായ മാതൃഹത്യയ്ക്ക് വരെ കർക്കിടകത്തിൽ രാമായണം വായിച്ചാൽ പരിഹാരമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലപുരുഷന്റെ മനസ്സാണ് കർക്കിടകം. പുരാണങ്ങൾ പലതുണ്ടെങ്കിലും ഒരു വ്യക്തി മരണശയ്യയിൽ കിടക്കുമ്പോൾ രാമായണ പാരായണം കേൾപ്പിക്കുന്നു. മരിച്ച വ്യക്തിയുടെ ബോഡി കിടക്കുമ്പോഴും രാമായണ പാരായണം നടത്തുന്നു. ദശരഥപുത്രന്മാരുടെ ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടക രാശിയിലാണ്.
അങ്ങനെ ഭാരതീയ സംസ്കാരത്തിൻ്റെ സിരകളിലൂടെ രാമായണം എന്ന ഇതിഹാസം കാലങ്ങളായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തെയും ജീവിതത്തെയും കഥകളിലൂടെയും കവിതകളിലൂടെയും പട്ടുനൂലിൽ കൊരുത്ത് ലോകത്തിനായി സമ്മാനിച്ചിരിക്കുകയാണ് രാമായണത്തിൽ. ഭാരത സംസ്കാരത്തിൻ്റെ മഹത്വത്തെ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുക മാത്രമല്ല, ഈ ഇതിഹാസത്തിൽ ഒപ്പം മറ്റുള്ളവർക്ക് വഴികാട്ടി ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു.